ഒടുവിൽ നഹാസിന് ഓൻ്റെ കിട്ടിയോള് കൊടുത്തു വിട്ട ഗിഫ്റ്റ് ഇതാ ഞാൻ കൊടുക്കാൻ പോകുന്നു. എൻ്റെ ഫാന് അനക്ക് കൊടുത്തയച്ചത് ആരായിരിക്കും? ഒരു ഫാൻ ഗേളാണ്. ഏത് അല്ലാണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഫാനുകള്. അല്ല ഇത് കിട്ടിയിട്ട് മുഖത്ത് സർപ്രൈസ് ഒന്നും കണ്ടില്ലല്ലോ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനത്തെ ഒരു പണി അവൾ ഒപ്പിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഡ്രസ്സായിരിക്കാനാണ് സാധ്യത. ഞാൻ വിചാരിച്ചുള്ള ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണം. വൈറ്റാ കേട്ടല്ലോ, വിചാരിച്ചുള്ളോന്ന്. ഓക്കെ, പ്ലം കേക്ക് പൊളി. ഞാൻ വിചാരിച്ചോളൂ പ്ലം കേക്ക് കഴിക്കണം. ക്രിസ്മസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ വിചാരിക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് മനസ്സൊന്നാണോ? അങ്ങനെയാണെങ്കിൽ നിൽക്കാൻ കിട്ടുന്നുണ്ട്. എൻ്റെ ഏറ്റവും നല്ല മനസ്സിൻ്റെ കഴിഞ്ഞ ഹാപ്പി നീ ജനിച്ചാൽ അന്ന് നമുക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച. തുറക്കാൻ കിടത്തുള്ള പുളിസല്ലേ. അപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിൻ്റെ ഒരു സർപ്രൈസ് പരിപാടി അതിഗംഭീരമായിട്ട് വിജയിപ്പിച്ച ഗിഫ്റ്റുകൾ തന്ന എൻ്റെ കെട്ടിയോളും അതിന് കൂടെ നിന്ന ഭാര്യ, അതിൻ്റെ ഇടയിൽ കൂടെ കളിച്ച റഹീം, ഒന്നറിയാത്ത ഒരു പാവം ഹതഭാഗ്യനായ നാസർ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 കേവലം നന്ദി വാക്കുകൾ കൊണ്ട് തീരൂലെന്നറിയാം. അപ്പം എന്നാൽ വേറെ ചിലവ് വരണം. തൽക്കാലം നന്ദി വാക്കിൽ തീർത്താൽ മതി. അപ്പോൾ കൂടുതൽ പറയാനുള്ളൊരു മൂഡിലല്ല. ഓക്കെ, മൈൻഡ് റെഡി ആയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ പറയാൻ വാക്കുകളില്ല.